ഓക്കെ, തുടങ്ങിയേക്കാം. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. കമ്പ്യൂട്ടർ ആണ് ഇന്ന് എടുക്കണേ. കമ്പ്യൂട്ടറിന്റെ ഒരു ഫസ്റ്റ് ക്ലാസ് ആണ്. എന്നിട്ട് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് പോവാം. ഇല്ലെങ്കിൽ പിന്നെ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഞാൻ എടുക്കും, ഈ ആഴ്ച തന്നെ എടുക്കും. ഇന്നിപ്പോ ഒരു തുടക്കം എന്നുള്ള നിലയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. കാണുന്നുണ്ടോ സ്ക്രീന്? കാണാം സാർ. ഓക്കെ, ഒരു മിനിറ്റ് തുടങ്ങാവേ. ഓക്കെ, തുടങ്ങാവേ. കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പൊ ഇന്ന് ബേസിക് കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ഫാസ്റ്റ് ആയിട്ട് പോവാം. ഇതിൽ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പ്ലസ് വണ്ണിന്റെ കമ്പ്യൂട്ടർ സയൻസിന്റെ ചാപ്റ്റർ ആണ്. ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് അതിലെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയണേ. അപ്പൊ അതുകൊണ്ട് ഇത് നോക്കാതെ പോകുന്നത് ഒരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെയെങ്കിലും പോവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ തുടങ്ങാണ്. നോക്കുക, ആദ്യത്തെ ക്ലാസ് കമ്പ്യൂട്ടറിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി എന്താ പറയാനുണ്ട്, എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗത്തില് ഗണിത ക്രിയകൾ ചെയ്യുവാനായിട്ടുള്ള ഒരു യന്ത്രം. ഞാൻ ഇതിന്റെ PDF അങ്ങ് ഇട്ട് തരാം. ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ ഒരു സെഷനിൽ പറയുന്നത്. അപ്പോൾ അതില് നമ്മൾ നമ്പർ സിസ്റ്റം പറയുന്നുണ്ട്, പുരാതന കാലത്തെ നമ്പർ സിസ്റ്റം. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു റോമൻ നമ്പർ സിസ്റ്റം ഉണ്ട്. ഇത് ഒരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്, റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യണേ. അപ്പൊ അത് മേ ബി ചോദിക്കാം. അത് ഇതിലും വരുന്നുണ്ട്, മാത്സിലും വരുന്നുണ്ട്. ചിലപ്പോൾ മാത്സിൽ എടുത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാം. പിന്നെ അതിൽ വരുന്നത് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, പിന്നെ പ്രധാനപ്പെട്ട ഇൻവെൻഷൻസ്, അതിലൊരു മാർക്ക് മേ ബി ചോദിക്കാം. അപ്പോ ഫസ്റ്റ് എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു. വേഗത്തില് ഗണിത ക്രിയകൾ ചെയ്യുവാനായിട്ടുള്ള ഒരു യന്ത്രം എന്നൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് എന്ത് കമ്പ്യൂട്ടർ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്, കാൽക്കുലേഷൻ എളുപ്പമാക്കാനായിട്ട്. അതായത് അന്ന് നമുക്ക് മനുഷ്യന്റെ ഒരു എന്താണ് ജോലി ഭാരം കുറയ്ക്കാനായിട്ട് സെൻസസ് പോലത്തുള്ള ഒരു എന്താണ് പദ്ധതികളിലൊക്കെ കാൽക്കുലേഷൻ, അതുപോലെ എയറോസ്പേസ് ഇൻഡസ്ട്രീസിൽ കോംപ്ലക്സ് കാൽക്കുലേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് എന്താണ് ഒരു കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ആയിട്ടാണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. പിന്നീട് അതെന്താ ചെയ്തു, വിവരങ്ങൾ കണ്ടെത്തി സംഭരിക്കാനും അതുപോലെ തന്നെ അത് ക്രമീകരിക്കാനും പിന്നെ അളവുകളൊക്കെ കണക്കാക്കാനും മറ്റു മെഷീനുകളെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണമാക്കിയിട്ട് എന്ത് ചെയ്തു, കമ്പ്യൂട്ടറിനെ മാറ്റി എന്നാണ് നമുക്ക് പറയേണ്ടി വരിക. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, വിവരങ്ങൾ കണ്ടെത്തി അത് സംഭരിക്കുക എന്ന് വെച്ചുമ്പോൾ കമ്പ്യൂട്ടറിന് വലിയൊരു മെമ്മറി തന്നെയുണ്ട് അല്ലെ. പിന്നെ അത് ഡാറ്റ ക്രമീകരിക്കണം, ഓർഡർ ആക്കണം അല്ലെ. ഓർഡർ ആക്കാനായിട്ടും എന്ത് ചെയ്യാം, നമുക്ക് കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അളവുകളൊക്കെ കണക്കാക്കുക. അളവുകൾ കണക്കാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്പേസ് ആപ്ലിക്കേഷൻസിന് വരുമ്പോൾ ഗ്രഹങ്ങളുടെ പൊസിഷൻ, ഇതൊക്കെ അതിന്റെ വെലോസിറ്റി കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ് അതിന് യൂസ് ചെയ്യുക, സാധാ കമ്പ്യൂട്ടർ അല്ല. പിന്നെ അതുപോലെ മറ്റ് മെഷീനുകളെ നിയന്ത്രിക്കുക എന്നുള്ള ഒരു
കടമ കൂടി ആർക്കുണ്ട്? കമ്പ്യൂട്ടറിന് ഉണ്ട്. ഈ കമ്പ്യൂട്ടറിന്റെ മേന്മകൾ ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എക്സാമിന്റെ ഇത് ഞാൻ ഓർക്കുന്നില്ല. കമ്പ്യൂട്ടറിന്റെ മേന്മകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സിൽ പെടാത്തത് ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ പെടുന്നത് ഏതെന്നാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പൊ അതിലൊന്നാണ് എന്ത്? വേഗത അല്ലെങ്കിൽ സ്പീഡ്. അല്ലെ? സ്പീഡ് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ആർക്ക് കഴിയും? കമ്പ്യൂട്ടറിന് കഴിയും. ഒരു സെക്കൻഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു അംശം കൊണ്ട് തന്നെ എന്താ ദശലക്ഷക്കണക്കിന് എന്താണ് പ്രവർത്തനങ്ങൾ നിർവഹിക്കാനായിട്ട് കമ്പ്യൂട്ടറിന് കഴിയും. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുത്ത് ചെയ്യുന്ന ജോലികൾ എന്താ ചെയ്യാം? കമ്പ്യൂട്ടറിന് നിസ്സാര സമയം കൊണ്ട് ചെയ്ത് തീർക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന്റെ ആദ്യത്തെ ഒരു മേന്മയാണെന്ത്? സ്പീഡ്. നെക്സ്റ്റ് വൺ ആണെന്ത്? ആക്യുറസി. ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ചിലപ്പോൾ എന്ത് ചെയ്യാം? നിസ്സാരമായിട്ടുള്ള ഒരു 19 × 25 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തെറ്റിപ്പോകും. അല്ലെ? ശിഷ്ടം ചിലപ്പോൾ ഒന്ന് മറന്നു പോകും, അല്ലെങ്കിൽ അപ്പുറത്ത് പൂജ്യം ഇടില്ല. പക്ഷെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് എന്താണ്? പറഞ്ഞ പണി അത് എന്താണ്? നമ്മൾ ഈ വിനായകൻ പറഞ്ഞ പോലെ 100% പ്രൊഫഷൻ. അല്ലെ? ആ രീതിയിൽ ആര് ചെയ്യും? കമ്പ്യൂട്ടർ ചെയ്യും. ജയിലർ കണ്ടിട്ടുണ്ടല്ലോ? ജയിലർ കണ്ടായിരുന്നോ? ജയിലർ കണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ 100% പ്രൊഫഷനിലൂടെ നിങ്ങൾ പഠിക്കുക. സിനിമ കാണാനല്ല പറഞ്ഞ കേട്ടാ. LDC കിട്ടണം എന്നുള്ളൊരു വാശിയിൽ പഠിക്കുക. 6 മാസമല്ല, എങ്ങ് കഷ്ടപ്പെടുക. 6 മാസം ഒന്ന് കഷ്ടപ്പെട്ട് ഒരു 5 മണിക്കൂർ ഉറങ്ങിയാൽ മതി. അതായത് ഇപ്പൊ 5 മണിക്കൂർ ഉറങ്ങിയാൽ മതി. ഇപ്പൊ 5 4:30 ഉറങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. ഒരു 3 മാസം. അപ്പൊ അവസാനം നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഡേറ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ എന്താ പറയാ, അന്നേരം പയ്യെ ഇപ്പൊ ഉറക്കം കുറച്ചിട്ട് അന്നേരം ഉറക്കം കൂട്ടണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അത് ആലോചിക്കുക. ഇപ്പൊ കുറെ അങ്ങ് കഷ്ടപ്പെട്ട് സിലബസ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു സമാധാനമുണ്ട്. രണ്ടാമത്തെ റിവിഷൻ ആണെന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ പറയും. അപ്പൊ കിട്ടുന്ന സമയമൊക്കെ ക്ഷീണമൊക്കെ മാറ്റി വെച്ചിട്ട് ഇടയ്ക്ക് ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ആക്റ്റീവ് ആവുക. എന്നിട്ട് എന്നെ കൂടി ഒന്ന് വിളിക്കാനായിട്ട് പറയുക. ഇൻ കേസ് നമ്മൾ മറന്നു പോയാലും അവർ നമ്മളെ വിളിക്കും. എന്തെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾ എടുത്ത് വെച്ച് പഠിക്കുക. അതിനൊന്നും അതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അത്ര എഫോർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തവണ നിങ്ങൾക്ക് കയറാവുന്നുള്ളൂ. അത് നിങ്ങളെപ്പോലെ ഒന്നും ആരും കഷ്ടപ്പെടൂല. അപ്പൊ നമ്മൾ ഇത്രയും ലൈവ് ക്ലാസ്, ഇത്രയും കമ്പൈൻ സ്റ്റഡി, ഇത്രയും എക്സാമുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്തെന്നായാലും അർത്ഥമുള്ള. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പേടിയൊന്നും പേടിക്കേണ്ട. കിട്ടിയിരിക്കും, ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ നമ്മുടെ മാക്സിമം കൊടുത്താൽ മതി. അടുത്ത സ്ഥിര ഉത്സാഹമാണ്. സ്ഥിര ഉത്സാഹം എന്ന് പറയുമ്പോൾ മനുഷ്യനറിയാം അല്ലെ? മനുഷ്യന് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ എന്നും ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാനായിട്ടോ വലിയ ഉത്സാഹമൊന്നും ഉണ്ടാവില്ല. മടുപ്പായിരിക്കും അല്ലെ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്നും ഈ പഠിച്ചുകൊണ്ടിരിക്കുക, എന്നും ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്കൊരു മാസത്തിലൊരിക്കൽ കിട്ടുകയാണെങ്കിൽ അതിനോട് ഒരു ആക്രാന്തം ഉണ്ടാവും അല്ലെ? പക്ഷെ എന്നും ബിരിയാണി കഴിക്കാൻ പറ്റിയാലോ? എന്ത് ബിരിയാണി എന്നുള്ള, ഇടയ്ക്ക് ഒരു സദ്യയൊക്കെ കിട്ടിയാൽ മതി എന്ന് കൊതിയായിരിക്കും. അപ്പൊ സ്ഥിര ഉത്സാഹം കമ്പ്യൂട്ടറിനുണ്ട്. കമ്പ്യൂട്ടറിന് അങ്ങനെയൊന്നുമില്ല. എന്ന് നിങ്ങൾ 365 ദിവസം ഒരേ കാര്യം ചെയ്യാൻ പറഞ്ഞാലും ആള് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തോളും. അതെന്തുകൊണ്ടാ? അത് മെഷീൻ ആയതുകൊണ്ടാണ്. ഇനി അതാണ് മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ, അത് നമ്മുടെ അനുസരണക്കേടൊന്നും കാണിക്കത്തില്ല അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ക്വാളിറ്റി കൂടി എന്തിനുണ്ട്? കമ്പ്യൂട്ടറിനുണ്ട്. സോ നെക്സ്റ്റ് വൺ ആണ് എന്ത്? ബഹുമുഖ വൈദഗ്ധ്യം. ബഹുമുഖ വൈദഗ്ധ്യം എന്ന് പറയുമ്പോൾ മൾട്ടി ടാസ്കിംഗ് ആണ്. മൾട്ടി ടാസ്കിംഗ് അതായത് ഒന്നിൽ കൂടുതൽ ജോലികൾ അറ്റ് എ ടൈം ആർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും? കമ്പ്യൂട്ടറിന് ചെയ്യാം അല്ലെ? നിങ്ങൾ പാട്ട് കേൾക്കാറുണ്ട് അല്ലെ? കമ്പ്യൂട്ടറിൽ പാട്ട് കേൾക്കാൻ അല്ലെങ്കിൽ സിനിമ കാണാറുണ്ട്. അതുപോലെ തന്നെ എന്ത്? വേർഡ് ഫയൽ ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നെറ്റിൽ ഫേസ്ബുക്കോ യൂട്യൂബോ എന്തെങ്കിലും ഒക്കെ ചെയ്തു വെക്കാറുണ്ട് അല്ലെ? അപ്പൊ അന്നേരമൊക്കെ ഈ ഓരോ വിൻഡോകളും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ ആക്ച്വലി ഇത്രയും 1 2 3 4 ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യാണ്. ഇതിലെ കണ്ടന്റ് നമുക്ക് അതേപോലെ കാണണം, ഇതിലെ കാണണം. അപ്പൊ എന്താണ്? ആളൊരു മൾട്ടി ടാസ്കിംഗ് ആണ് അല്ലെ എന്ന് നമുക്ക് നീ സംശയം പറയാം. ഇനി അടുത്ത വളരെ വലിയ മെമ്മറി ഉണ്ട്. ആർക്കുണ്ട്? കമ്പ്യൂട്ടറിനുണ്ട്. എത്രയോ 3 4 സിനിമ എന്ത് ചെയ്യാം? ഓരോ സീൻ പോലും ഇടാതെ നമുക്ക് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ അങ്ങനെ വലിയൊരു മെമ്മറി ആർക്കുണ്ട്? കമ്പ്യൂട്ടറിന് ഉണ്ടെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ പ്രധാനമായിട്ടും ഏതൊക്കെയാ കമ്പ്യൂട്ടറിന്റെ മേന്മകള്? സ്പീഡ്, ആക്യുറസി, മൾട്ടി ടാസ്കിംഗ്, സ്ഥിരോത്സാഹം, വലിയ മെമ്മറി. സ്ഥിരോത്സാഹം,
വലിയ മെമ്മറി. ആ, മെമ്മറി ഓർത്ത് വെച്ചേക്കാം. ഇനി കമ്പ്യൂട്ടറിന് മേന്മകൾ ഉണ്ടാകുമ്പോൾ ഏതൊരാൾക്കും ഗുണങ്ങളുണ്ടെങ്കിൽ ദോഷങ്ങളും ഉണ്ടായിരിക്കും. സോ കമ്പ്യൂട്ടറിന് ഐക്യു ഇല്ല, ഇന്റലിജന്റ് കോഷ്യന്റ് ഇല്ലാത്ത ഒരു മെഷീൻ മാത്രമാണ്, അല്ലേ? നിർമ്മിത ബുദ്ധിയാണ്, നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കും, അല്ലാതെ നോർമൽ ഹ്യൂമൻ ബീങ്സിനെ പോലെ ഒരു ബുദ്ധി ആർക്കില്ല, കമ്പ്യൂട്ടറിനില്ല. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്താണ് എന്ത്? സംഖ്യാ സമ്പ്രദായത്തിന്റെ വളർച്ച. സംഖ്യാ സമ്പ്രദായത്തിന്റെ വളർച്ച എന്തിനെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ കിടക്കണം പ്രൂഫ്. ഇത് കണ്ടോ? എണ്ണലും സംഖ്യാ സമ്പ്രദായത്തിന്റെ ക്രമാനുഗതമായ വളർച്ച SCERT പറഞ്ഞിട്ടുള്ള അതിലാണ് എന്ത്? കമ്പ്യൂട്ടർ യന്ത്രം, അബാക്കസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതില് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പ് എന്ത് പറയുന്നു? ഏതൊക്കെയാണ് നമ്പർ സിസ്റ്റം എന്നൊക്കെ പറയുന്നുണ്ട്. ബേസ് 10 ആയിട്ടുള്ള BC യിൽ ഏതൊക്കെയാണ്? ഈജിപ്ഷ്യൻ സംഖ്യാ സമ്പ്രദായം, ബാബിലോണിയൻ സംഖ്യാ സമ്പ്രദായം, പിന്നെ അതുപോലെ സുമേറിയൻ, റോമൻ സംഖ്യാ സമ്പ്രദായം, ഇതൊക്കെ പറയുന്നുണ്ട് ഇവിടെ. അത് തന്നെയാണ് ഞാൻ PPT ആക്കിയിട്ട്. അപ്പൊ ആദ്യത്തെയാണ് എന്ത്? ഈജിപ്ഷ്യൻ സംഖ്യാ സമ്പ്രദായം. ഈ ഈജിപ്ഷ്യൻ പെട്ടെന്ന് തീർക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മേ ബി എന്ത് ചെയ്യാം? ഒരു മാർക്കിന് ചോദിക്കാം. ഇതിന്ന് ഒരു മാർക്കിന് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. മോസ്റ്റ് പ്രോബബ്ലി എന്ന് പറയുകയാണെങ്കിൽ റോമൻ സംഖ്യാ സമ്പ്രദായമാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. സോ അതൊന്ന് മര്യാദയ്ക്ക് പഠിച്ചു വെക്കാം. ഇനി ഈജിപ്ഷ്യൻ സംഖ്യാ സമ്പ്രദായമാണ്. പേര് പോലെ തന്നെ ഈജിപ്തിലാണ് ഈ സംഖ്യാ സമ്പ്രദായം ആവിഷ്കരിച്ചത്. ഈജിപ്തിലാണ് ഈ സംഖ്യാ സമ്പ്രദായം ആവിഷ്കരിച്ചത്. അപ്പൊ ഈജിപ്ഷ്യൻ ലിപി ഒക്കെ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതിലെ സംഖ്യകളൊക്കെ അറിഞ്ഞിരിക്കണം. എന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? എന്താണ് പ്രായോഗത്തിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 BC യിലാണ് ഈജിപ്ഷ്യൻ സംഖ്യാ സമ്പ്രദായം നിലവിൽ വന്നത്. സോ ഇതൊരു 10 അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന സംഖ്യ 10 അടിസ്ഥാനം. എന്തുകൊണ്ടാ? 1, 2, 3, 4 എക്സെട്ര അപ് ടു 9. ടോട്ടൽ 1 തൊട്ട് 9 വരെ 10 സംഖ്യകളുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ബേസ് 10 എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു ബേസ് 10 ആയിട്ടുള്ള ഒരു സംഖ്യാ സമ്പ്രദായം കൂടിയായിരുന്നു ഈജിപ്ഷ്യൻ സംഖ്യാ സമ്പ്രദായം. അതിൽ എന്തുണ്ട്? 1 മുതൽ 9 വരെയും 10 മുതൽ 90 വരെയും 100 മുതൽ 900 വരെയൊക്കെ എന്താണ് വ്യത്യസ്ത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവയെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, കേട്ടോ. ഈജിപ്തുകാർ എന്താ? സംഖ്യകൾ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഒരു മിനിറ്റ് എടി, ഒന്നും മിണ്ടാണ്ടിരുന്നടി. അപ്പൊ ഈജിപ്തുകാർ എന്ത് ചെയ്തു? സംഖ്യ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതിയത്. സോറി, ചെറിയ നോയ്സ് വന്നേ ഇവിടെ, അതുകൊണ്ട് അതൊന്നും കുറയ്ക്കാൻ പറഞ്ഞു. അപ്പൊ ഈജിപ്തുകാർ സംഖ്യ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. വലത്ത് നിന്ന് ഇടത്തോട്ട്. അറബി എങ്ങനെ എഴുതണേ? അറബി വലത്ത് നിന്ന് ഇടത്തോട്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇത് എഴുതിക്കൊണ്ടിരുന്നതെന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഒന്നുമില്ല, ഇത് BC 3000-ലാണ്. പിന്നെ ഇതെന്താണ്? 10 അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സംഖ്യാ സമ്പ്രദായമാണ് എന്നും കൂടി ഓർത്ത് വെച്ചേക്കാം. ഇനി 60 അടിസ്ഥാനമായിട്ടുള്ള ഒരു സംഖ്യാ സമ്പ്രദായമാണ് സുമേറിയൻ അല്ലെങ്കിൽ ബാബിലോണിയൻ രണ്ടാമത്തെ സംഖ്യാ സമ്പ്രദായമാണ്. പെട്ടെന്ന് തീർക്കാവേ. സുമേറിയൻ അല്ലെങ്കിൽ ബാബിലോണിയൻ സംഖ്യാ സമ്പ്രദായം എന്ന് പറയുന്നത് 60 അടിസ്ഥാനമാക്കിയിട്ടുള്ള സംഖ്യാ സമ്പ്രദായമാണ്. ഈ സംഖ്യാ സമ്പ്രദായം അറിയപ്പെടുന്നത് എന്താ? സെക്സാജെസിമൽ എന്നാണ്. എന്തുകൊണ്ടാ സെക്സാജെസിമൽ എന്ന് വെച്ചാൽ? സെക്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ആണ്. സോ സെക്സാജെസിമൽ എന്നാണ് സുമേറിയൻ ബാബിലോണിയൻ സംഖ്യാ സമ്പ്രദായം അറിയപ്പെടുന്നത്. ഇനി ഈ സംഖ്യകൾ അക്കങ്ങൾ എന്താ? ഇടത്ത് നിന്ന് വലത്തോട്ട്. ഇപ്പൊ നമ്മൾ എഴുതുന്ന പോലെ തന്നെ ഇടത്ത് നിന്ന് വലത്തോട്ടാണ് ഇത് എഴുതിക്കൊണ്ടിരുന്നത്. ഇതിൽ 0 ഉണ്ടായിരുന്നു, പക്ഷെ 0-ത്തിന് പകരം എന്താണ്? സ്പേസ് നമ്മൾ ഈ സ്പേസ് ബാർ ഇല്ലേ, അതുപോലെ ഒരു വിടവാണ് ഇട്ടുകൊണ്ടിരുന്നത്. 0 അന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ 0 ആരാ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഇന്ത്യക്കാരാണ്. ഇനി സംഖ്യാ സമ്പ്രദായങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ആധാര സംഖ്യ, ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഈ താഴെ തന്നിരിക്കുന്ന നമ്പർ സിസ്റ്റത്തിൽ ഏറ്റവും വലിയ ആധാര സംഖ്യ ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സുമേറിയൻ അല്ലെങ്കിൽ ബാബിലോണിയൻ സംഖ്യാ സമ്പ്രദായത്തിന് ആണ്. ഓർത്ത് വെച്ചേക്കുക. ഇനി 0 രേഖപ്പെടുത്തേണ്ട സാഹചര്യത്തിൽ അവരെന്ത് ചെയ്തു? സ്പേസ് ആണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഓർക്കുക, സുമേറിയൻ ബാബിലോണിയൻ സംഖ്യാ സമ്പ്രദായം 60 അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സംഖ്യാ സമ്പ്രദായമാണ്. നേരെ മറിച്ച് ഈജിപ്ഷ്യൻ സംഖ്യാ സമ്പ്രദായം 10 ബേസ് ആണ്, 1 തൊട്ട് 9 വരെയുള്ള. അത് ഈജിപ്ഷ്യൻ സംഖ്യാ സമ്പ്രദായം ഇതേപോലെ അല്ല കേട്ടോ. ഈജിപ്ഷ്യന്റെ കുറെ
എന്താണ് ലിപികളുണ്ട്. ആ ലിപികൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരാളുടെ പടമൊക്കെ ഇങ്ങനെ വരച്ചു വെക്കണം. ഇങ്ങനത്തെ ഒക്കെ പിക്ചർ പോലത്തെ അക്കങ്ങളാണ് 1 തൊട്ട് 9 വരെയുള്ളതൊക്കെ. ഇതാ ഇങ്ങനെയൊക്കെ ഓരോ സംഖ്യകളുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ട് അത് എഴുതാനൊക്കെ കാണാം. ഈ പിക്ചർ തന്നെ നമ്മളിപ്പോ അതായത് ആധുനിക കാലത്തെ മനുഷ്യൻ എങ്ങനെയാണോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആ രീതിയിൽ ഒരേ സിമ്പിൾ തന്നെ പാറ്റേൺ പോലെ 1 2 എന്നുള്ള രീതിയിലൊക്കെയാണ്. അത് ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത കാരണം ഞാൻ അത് സ്ലൈഡിൽ ഉൾപ്പെടുത്താത്തത്. നെക്സ്റ്റ് ചൈനീസ് സംഖ്യാ സമ്പ്രദായമാണ്. ചൈനീസ് സംഖ്യാ സമ്പ്രദായം നിലവിൽ വന്ന 2500 BC. ഇതും എന്താണ് 10 അടിസ്ഥാനമാക്കിയിട്ടുള്ള സംഖ്യാസമ്പ്രദായം. അപ്പൊ നിങ്ങൾ സംഖ്യാസമ്പ്രദായത്തിന്റെ ബേസ് ഓർത്ത് വെച്ചേക്കുക. ഈജിപ്ഷ്യനും ചൈനീസും 10 അടിസ്ഥാനമാണ്. പിന്നെന്താണ് സെക്സാജിസിമൽ എന്ന് പറയുന്നത് ഏതായിരുന്നു? സുമേറിയൻ അല്ലെങ്കിൽ ബാബിലോണിയൻ സംഖ്യാസമ്പ്രദായം. താഴെ തന്നിരിക്കുന്നതിൽ 10 അടിസ്ഥാനമാക്കിയിട്ട് അല്ലാത്ത സംഖ്യാസമ്പ്രദായം എന്ന് ചോദിച്ചിട്ട് മേ ബി എ സുമേറിയൻ, ബി ഈജിപ്ഷ്യൻ, ഡി എന്ത് വരും പറഞ്ഞ ചൈനീസ് സംഖ്യാസമ്പ്രദായം. എ ഉള്ളി, ബി ഉള്ളി, സി ഉള്ളി, എ ആൻഡ് ബി, ബി ആൻഡ് സി, അങ്ങനെയൊക്കെ ഓപ്ഷൻ തിരിച്ചും മറിച്ചും തരും. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ രീതിക്ക് ഇന്നത്തെ സംഖ്യാ സമ്പ്രദായമായിട്ട് എന്താണ് സാദൃശ്യമുണ്ട്. ഏതാണ്? ചൈനീസ് സംഖ്യാ സമ്പ്രദായം. ഇത് ഈ ചൈനക്കാർ അധികം ഈ വീടുകളൊക്കെ ഉണ്ടാക്കുന്ന ബാംബു യൂസ് ചെയ്തിട്ട് ബാംബു. അപ്പൊ അതുകൊണ്ട് ഈ സംഖ്യാ സമ്പ്രദായം മുളങ്കമ്പൂൽ കൊണ്ടാണെന്ന് എന്ത് ചെയ്തേക്കണേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ജപ്പാൻ പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ബാംബുവിൽ ഇവരുടെ ഈ പിക്ചർ പോലത്തെ ഒരു സാധനം വരച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് വരച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ബാംബുവിലാണ് ഇത് അധികം ഇവര് രേഖപ്പെടുത്തി വെച്ചുകൊണ്ടിരുന്നത്. ഇതുവരെ ഓക്കെ ആണോ? അബാക്കസ് വിടാം. അബാക്കസ് നമ്മൾ കമ്പ്യൂട്ടർ തലമുറകളുടെ പരിണാമമാണ്. അതിനു മുമ്പേ ഒരു നമ്പർ സിസ്റ്റം കൂടെ ഉണ്ട്, ഗ്രീക്ക് നമ്പർ സിസ്റ്റം. ഗ്രീക്ക് നമ്പർ സിസ്റ്റം എന്നാണ് 500 BC-യിലാണ്. ഇതും 10 ബേസ് ഇട്ടാണ്. ഓർക്കുക 10 ബേസ് ഇട്ടിട്ടാണ്. ഇവിടെ എന്തില്ല? സീറോ ഉണ്ടായിരുന്നില്ല ഏതില്? ഗ്രീക്ക് നമ്പർ സിസ്റ്റത്തില്. ഇതിന് തന്നെയാണ് എന്താ ഓൾസോ നോൺ ആസ് അയേണിയൻ, പിന്നെന്താ മിലേഷ്യൻ ഓർ അലക്സാൻഡ്രിയൻ നമ്പർ സിസ്റ്റം. അപ്പോൾ ഗ്രീക്ക് നമ്പർ സിസ്റ്റം തന്നെയാണ് അയേണിയൻ, എന്താണ് മിലേസിയൻ ഓർ അലക്സാൻഡ്രിയൻ നമ്പർ സിസ്റ്റം എന്നറിയപ്പെടുന്ന സംഖ്യാ സമ്പ്രദായം കൂടിയാണ് എന്ത് ഗ്രീക്ക് നമ്പർ സിസ്റ്റം. ഇനി നമ്മളിപ്പോ പഠിക്കുന്നതായിട്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ വരുന്നുണ്ട്. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ, പിന്നെന്താണ് വോ, സീറ്റ, ഈറ്റ, അയോട്ട, കാപ്പ, പിന്നെ ലാംഡ, മ്യൂ, പിന്നെ ന്യൂ, പിന്നെ സി, പിന്നെ ഒമിക്രോൺ, പൈ. ഇതൊക്കെ എവിടെ നിന്നെടുത്താണ്? ഇതൊക്കെ ഗ്രീക്ക് നമ്പർ സിസ്റ്റത്തിന്. ഇതൊക്കെ നമ്മൾ കണ്ടു കാണും, പക്ഷെ എവിടുന്ന് വന്നതെന്ന് നമുക്ക് വലിയ പിടുത്തം ഉണ്ടായിരിക്കില്ല. അപ്പൊ ഓർക്ക് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ, മ്യൂ, പിന്നെ സീറ്റ, ഈറ്റ, അതുപോലെ തന്നെയാണ് എന്ത് അയോട്ട, കാപ്പ, ലാംഡ, മ്യൂ, ന്യൂ, സി, ഒമിക്രോൺ, പൈ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്താണ് റോമൻ സംഖ്യാ സമ്പ്രദായം. അപ്പൊ റോമൻ സംഖ്യാ സമ്പ്രദായം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ കേട്ടിരിക്കുക. ഇതിൽ അത് അധികം പഠിക്കാനുള്ളത് ഈ റോമൻ സംഖ്യാ സമ്പ്രദായം മാത്രമാണ്. മറ്റുള്ള അങ്ങനെ ഒന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് ചോദിക്കാം. അപ്പൊ എക്സാമ്പിൾ ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ 7 സിമ്പിൾസ് ആണ് അധികവും വരുന്നത്. 7 സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് റോമൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ IVXL CDM, IVXL CDM. അയുടെ ഓരോന്നിനും ഓരോ വാല്യൂ ഉണ്ട്. ഐക്ക് 1 ആണ്, വിക്ക് 5 ആണ്, എക്സിന് 10 ആണ്, എൽക്ക് 50 ആണ്, സിക്ക് 100 ആണ്, ഡി എന്ന് എഴുതി കഴിഞ്ഞാൽ 500 എന്നുള്ള അർത്ഥം, എം എന്ന് എഴുതി കഴിഞ്ഞാൽ 1000 എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പൊ റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ 7 മെയിൻ ആയിട്ട് ഉള്ള സിമ്പിൾസ് ആണ് അധികം യൂസ് ചെയ്യുന്നത്. 7 സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ 7നും ഓരോ വാല്യൂ ഉണ്ട്. ഐ എന്ന് പറയുമ്പോൾ 1, വി എന്ന് പറയുമ്പോൾ 5, എക്സ് എന്ന് പറയുമ്പോൾ 10. ഇതുവരെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എല്ല് 50 ആണ്. എല്ലിന് 50 എന്നുള്ള വാല്യൂ ആണ് കൊടുത്തേക്കുന്നത്. സി 100 ആണ്. ആ സി ഓർത്ത് വെക്കാനായിട്ട് ഈ സി പുറത്തുനിന്ന് ഒരു സി ഇട്ട് കൊടുത്താൽ എന്തായി? 0 വരുന്നത് എന്താണ്? 100 ആണ്. ഡി എന്ന് പറയുമ്പോൾ എന്താണ്? 500 ആണ്. ഡി 500 ആണ്. എം 1000 ആണ്. എം 1000 ആണെന്നും കൂടി ഓർത്ത് വെച്ചേക്കാം. ഇത് ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ഇതിലെ റൂൾസ് ഒന്ന് ചെക്ക് ചെയ്യണേ.
ഇതിന് എഡിറ്റ് ചെയ്ത് കയറ്റാത്ത ചില റൂളുകൾ ഇവിടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഒരു സംഖ്യ എഴുതേണ്ടതെന്ന്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇത് ഓരോ സിമ്പിളിന്റെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. B5, X10, L50, C100, D100, സോറി D500, M1000. ഇനി ഫസ്റ്റ് റൂൾ എന്താ? ന്യൂമറൽസ് ഓഫ് ദ സെയിം വാല്യൂ ആർ ആഡഡ്. ന്യൂമറൽസ് ഓഫ് ദി സെയിം വാല്യൂ ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 1, അതായത് I നിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എത്ര? 2 ആണ്. V നിട്ടാലോ? V നിട്ടാലോ? അതുപോലെ X ഇട്ടാലോ? 20. M ഇട്ടാലോ? 2000. ഫസ്റ്റ് റൂൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു റിപ്പീറ്റ് ചെയ്ത് ഇടാവുന്നത് എത്ര തവണ മാത്രമാണ്? എക്സ് 3 തവണ മാത്രമേ റിപ്പീറ്റ് ചെയ്യാവൂ, അതായത് 30 വരെ. ഈ 1 എന്നുള്ളതും 3 തവണ വരെ റിപ്പീറ്റ് ചെയ്യാവൂ. V എന്ന് പറയുന്നതും 3 തവണ പറ്റുള്ളൂ. സോ ഇപ്പൊ L വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് L കൊണ്ട് എഴുതാൻ പറ്റുന്നത് 50 + 50 + 50 150 ആണ്. ഫസ്റ്റ് റൂള് ന്യൂമറൽസ് ഓഫ് ദ സെയിം വാല്യൂ ആർ ആഡഡ്, അത് ഓക്കെയാണ്. പക്ഷെ എന്ത് ചെയ്യില്ല, സെയിം വാല്യൂ ഉള്ളത് 3 തവണ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് അവകാശമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്പ്രദായം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് ക്ലിയർ ആണോ? ഫസ്റ്റ് റൂൾ ക്ലിയർ ആണ്. നെക്സ്റ്റ് സെക്കൻഡ് റൂൾ ആണ്. സിമ്പിൾസ് ഓഫ് സ്മോളർ വാല്യൂ പുട്ട് ഓൺ ദി റൈറ്റ് ഓഫ് ഗ്രേറ്റർ വാല്യൂ സിമ്പിൾ ഈസ് ആഡഡ് ടു ഇറ്റ്. അതായത് ഒന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ 5 അല്ലേ വലുത്, അല്ലെ? അപ്പൊ 5ന്റെ റൈറ്റ് സൈഡ് 1 കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? 6 എന്നാണ് അർത്ഥം. അതുപോലെ എക്സിന്റെ ഇപ്പുറത്ത് V ഇട്ട് കഴിഞ്ഞാൽ 10 + 5 15 ആണ്. അതുപോലെ L C ഇട്ട് കഴിഞ്ഞാലോ 50 100 150. ക്ലിയർ ആണല്ലോ? അതാണ് സിമ്പിൾസ് ഓഫ് സ്മോളർ വാല്യൂ പുട്ട് ഓൺ ദ റൈറ്റ് ഓഫ് ദ ഗ്രേറ്റർ നമ്പർ. ഇതിലൊക്കെ നോക്കിയാൽ L ആണ് വലുത്, V ആണ് വലുത്, X ആണ് വലുത്. എന്താണ്? ഗ്രേറ്റർ വാല്യൂ സിമ്പിൾ ഈസ് ആഡഡ് ടു ഇറ്റ്. അപ്പോൾ വലിയ സിമ്പിളിനോട് കൂടി ചെറുത് ആഡ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ റൂള് പറഞ്ഞേക്കണേ. അതും ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഇതിന്റെ നേരെ റിവേഴ്സ് ആണ് മൂന്നാമത്തെ റൂള്. അതായത് ഇപ്പൊ നമ്മള് വിയുടെ ഇപ്പുറത്താണ് I ഇട്ടെങ്കിൽ, I കഴിഞ്ഞിട്ട് V ആണ് ഇട്ടെങ്കിൽ ഈ 5 ഒന്ന് കുറയ്ക്കാന്നുള്ള അർത്ഥം. ഇതെന്ത് വരും? എക്സിന്റെ ഇപ്പുറത്താണ് V ഇട്ട് കഴിഞ്ഞാൽ 10 5 കുറയ്ക്കുക, ബാക്കി 5 ആയിരിക്കും വരിക. അത് ക്ലിയർ ആണോ? ഓക്കെ. നമ്മൾ 4 എഴുതുന്നല്ലേ സാർ? 1 IV എന്നല്ലേ എഴുതാറ്? അപ്പൊ 4. ഓക്കെ. അടുത്ത തേർഡ് റൂൾ തന്നെ, സിമ്പിൾ ഓഫ് സ്മോളർ വാല്യൂ, അത് പറഞ്ഞു അല്ലെ? ഫോർത്ത് റൂൾ ആണ്. A symbol of smaller value put between two symbols of greater value is subtracted from the symbol on its right. അപ്പൊ എന്താണ്? ഒരു സിമ്പിൾ ഓഫ് സ്മോളർ വാല്യൂ, എക്സാമ്പിൾ നമ്മൾ പറയാം VIX. സോ ഇത് രണ്ടും വലുതാണ്, അതിന്റെ ഇടയ്ക്ക് I വന്നു. അങ്ങനത്തെ ഉള്ള അവസരങ്ങളിൽ എങ്ങനെയാണെന്നാണ്. അതാണ് a symbol of smaller value put between two symbols of greater value. കണ്ടോ? 5ഉം 10ഉം ഗ്രേറ്റർ വാല്യൂ ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ സിമ്പിൾ ഓൺ ഇറ്റ്സ് റൈറ്റ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇത് 5 ആണ്, ഇതോ 9 ആണ്, അല്ലെ? അപ്പൊ നമുക്ക് കിട്ടേണ്ടത് 5 പ്ലസ് എന്ത് ചെയ്യണം? 9 കൂട്ടുക, 14 ആണ്. മനസ്സിലാവുണ്ടോ? അല്ലാതെ എങ്ങനെ എടുക്കണം? 5 പ്ലസ് ഇത് രണ്ടും ആദ്യം ചേർത്തെടുത്തു, 6 പിന്നെ 10, എന്ത് കിട്ടും? 16 വരുള്ളൂ. രണ്ടും ഡിഫറെന്റ് ആൻസർ വന്നാണ്ടോ? കണ്ടോ? ഒന്നുകൂടെ പറയോ സാറേ? അതായത് നമ്മളിപ്പോ ഏതെങ്കിലും രണ്ട് സംഖ്യകൾക്കിടയിൽ ഒരു ചെറിയ സംഖ്യ വന്നു. സോ ഇത് മൂന്നെണ്ണം എടുക്കുക, എക്സ് ഐ സി. സോറി, അത് എടുത്തിട്ട് കാര്യം. രണ്ട് വലിയ സംഖ്യകൾക്കിടയിൽ ചെറിയ സംഖ്യ. അപ്പൊ ഒരു കാര്യം ചെയ്യാം,
എക്സ് പിന്നെ സി പിന്നെ വി കൊടുത്തു. എക്സ് കോമ സി കോമ വി. എക്സിന്റെ വാല്യൂ എത്രയാണ്? 100 അപ്പൊ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. എക്സിന്റെ പിന്നെ എക്സ് കോമ സി. അപ്പൊ സിയുടെയും എക്സിന്റെ മനസ്സിലാവുണ്ടോ? ആ സാർ പറയാം. സിമ്പിൾ ആ കാര്യം, ഞാൻ പറഞ്ഞുതരാവേ. 3 വാല്യൂ ഉണ്ട് നിങ്ങൾക്ക്. ഏതൊക്കെയാ 3 വാല്യൂ? സിമ്പിൾ ആയിട്ട് ശ്രദ്ധിച്ചോ. 3 വാല്യൂ ആണ്. നമ്മളിവിടെ എക്സ് എടുത്തു. എക്സിന്റെ വാല്യൂ എത്രയാ? 10. അടുത്ത സംഖ്യ എടുത്തു. സി വേണ്ട, നമ്മൾ ഡി എടുക്കാം. ഡി എന്ന് പറയുന്നത് 500 അപ്പൊ എന്താ മൂന്നാമത്തെ റോള് പറഞ്ഞേ? മൂന്നാമത്തെ റൂള്, രണ്ട് എ സിമ്പിൾ ഓഫ് സ്മോളർ വാല്യൂ പുട്ട് ബിറ്റ്വീൻ ടു സിമ്പിൾസ് ഓഫ് ഗ്രേറ്റർ വാല്യൂ. സോ ഇവിടെ രണ്ടും എക്സും അതുപോലെ ഡിയും എന്താണ്? വലിയ വാല്യൂ ഉള്ളവരാണ്. അപ്പൊ എന്താണ്? ടു സിമ്പിൾസ് ഓഫ് ഗ്രേറ്റർ വാല്യൂ is subtracted from the symbol of on its right. അപ്പോ ഇതിന്റെ ഇടയില് 5 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിന്ന് ഡിന്ന് 5 കുറയ്ക്കും. മനസ്സിലാവുണ്ടോ? ഡി എന്ന് പറയുന്നത് എത്ര? 500ന്ന് 5 കുറയ്ക്കുമ്പോൾ 495. ആ 495 ആയിരിക്കും എക്സിന്റെ ഇപ്പുറത്ത് വരിക. അതായത് എക്സ് പ്ലസ് 495 എന്ത് വരും? 505 വരും. ക്ലിയർ ആവുണ്ടോ? ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇനി സംശയം മാറിയില്ലെങ്കിൽ ഇതാടക്കണം. കണ്ടോ? ഇത് നോക്കിയേ. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. 2x ഇടയിൽ ഒരു ഐ വന്നു. അപ്പൊ ആദ്യത്തെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, രണ്ട് വലിയ സംഖ്യകൾക്കിടയിൽ ഇത് വന്ന ഈ എക്സ് എന്താണ്? 9 ആയിട്ടേ കൂട്ടുള്ളൂ. ഇത് രണ്ടും 10. 10 പ്ലസ് 10 20 പ്ലസ് 9 എന്ത് ചെയ്യും? 29. അല്ലാണ്ട് നമ്മൾ നേരെ മറിച്ചെടുക്കുകയാണെങ്കിൽ 10 പ്ലസ് 10 പ്ലസ് 1 മൈനസ് എക്സ് എന്ന് അങ്ങനെ എടുക്കില്ല. അപ്പൊ എപ്പോഴും രണ്ട് വലിയ സംഖ്യകൾക്കുള്ള ഒരു ചെറിയ സംഖ്യ വന്ന റൈറ്റ് സൈഡിലുള്ള തന്നെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. എന്നിട്ട് മാത്രമേ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 24 ഒക്കെ എഴുതണം. ഇത് 10, ഇത് 10, പിന്നെ 4. പിന്നെ ഡി സി സി. ഡി സി സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡി എത്ര വാല്യൂ തന്നെ? ഡി എന്ന് പറയുന്നത് 500 സി സി എന്ന് പറയുമ്പോൾ 100, 600, 700 എന്നുള്ള രീതിയിൽ വരും. കണ്ടോ? ഡി സി സി 700 എഴുതുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? മനസ്സിലായി. ഇല്ല സാർ, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ പറയാ. 990 എങ്ങനെ എഴുതാം? പെട്ടെന്നായിക്കോട്ടെ. ആൻസർ കിട്ടിയവർക്ക് കിട്ടിയെന്ന് പറയാം. വാല്യൂസ് വേണോ? എക്സ് എം എന്നാണോ സാറേ? എം 1000 പിന്നെ 90. എം വി എം ആണോ വരിക? ഡി സി ഡി ആണോ? എന്താ വന്നേ? ഡി സി ഡി. ഡി സി ഡി സി അല്ലേ? സി അല്ലേ 100? അതെ അതെ, ഞാൻ പറഞ്ഞുതരാവേ. അപ്പൊ നമ്മൾ ഇത് എഴുതുമ്പോൾ ചെറിയൊരു 2 റൂളോടെ നോക്കാനുണ്ട്. അതായത് 990 എങ്ങനെ ചെയ്യാം? 900 പ്ലസ് 90 എഴുതാം. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഈ 9ന്റെ ഇങ്ങനെ വരുമ്പോൾ 9ന്റെ ഗുണിതങ്ങളാക്കിയിട്ട് എഴുതുക.
100ന്റെ ഗുണിതങ്ങളാക്കിയിട്ട് എഴുതിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. മനസ്സിലാവുണ്ടോ? അതായത് 100ന്റെ ഗുണിതങ്ങളാക്കുക, വലിയ സംഖ്യകൾ എടുക്കുക. ഏറ്റവും വലിയ സ്പ്ലിറ്റ് ആയി നമ്മൾ 10ന്റെ 9ന്റെ എന്നൊക്കെ പറഞ്ഞ് എഴുതില്ലേ, 900 + 90, ഈ രീതിയിൽ എഴുതാം. അപ്പൊ 900ത്തിന് നമുക്ക് എന്താ എഴുതാം? 900ത്തിന് എങ്ങനെ എഴുതാം? പിന്നെയോ 90ന് എങ്ങനെ എഴുതും? നമ്പർ മറന്നു. ഇല്ല, ഒരുമിച്ച് എഴുതാൻ CMXC എന്ന് എഴുതാം. പിന്നെ ഒരു റൂളും കൂടെ ഉണ്ട്. അപ്പൊ എപ്പോഴും ഈ എന്താണ് I പിന്നെ അതുപോലെ IXC ഇത് മാത്രമാണ് നമുക്ക് സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ, മറ്റ് നമ്പറിൽ നിന്ന് സബ്സ്ട്രാക്ഷൻ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളൂ. എല്ലാ സംഖ്യകളും കുറയ്ക്കാൻ പറ്റൂല. IXC ഇത് മാത്രമേ നമ്മൾ കുറയ്ക്കുള്ളൂ. അതുപോലെ തന്നെ പോസിബിൾ ആയിട്ടുള്ള സബ്സ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് IV, പിന്നെ എന്താണ് IX, പിന്നെ XL, പിന്നെ XC, പിന്നെ CD, CM. ഈ സബ്സ്ട്രാക്ഷൻസ് ആണ് എന്താണ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സബ്സ്ട്രാക്ഷൻസ് ആണ് വാലിഡ് ആയിട്ടുള്ളൂ. എന്നാൽ നേരെ മറിച്ച് നമ്മൾ XM എന്ന് ചെയ്യുകയാണെങ്കിൽ അതെന്തല്ല വാലിഡ് അല്ല. അതുപോലെ അപ്പൊ നിങ്ങളോട് എക്സാമിന് ചിലപ്പോൾ ഒരു റോമൻ സംഖ്യ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ്. ഏതൊക്കെ റൂൾ ഒന്നോടെ പറയാം. ഒന്നാമത്തെ എന്താണ് നമ്മൾ ഈ പറഞ്ഞ 3 തവണ മാത്രം ഈ x ഇത് 30 എന്ന് എഴുതാം. പക്ഷെ x എന്ന് എഴുതാൻ പറ്റില്ല. ഒരു സംഖ്യ 3 തവണ കൂടുതൽ എഴുതാൻ പറ്റില്ല. അതാണ് ഒന്ന്. പിന്നെ എഴുതുകയാണെങ്കിൽ തന്നെ വാല്യൂ ആഡ് ചെയ്ത് വരും. എത്രയാ? മാക്സിമം 3 പറ്റുള്ളൂ. സെക്കൻഡ് റൂൾ എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡ് എഴുതണതൊക്കെ ലെഫ്റ്റ് സൈഡിനോട് ഉള്ളത് കൂട്ടി എഴുതാം. XV എന്ന് പറയുമ്പോൾ 15. അതുപോലെ തന്നെ തേർഡ് റൂൾ എന്താണ്? ബാക്കിലാണ് എഴുതണമെങ്കിൽ അത് കുറവായിരിക്കും. അതായത് IV എന്ന് പറയുമ്പോൾ 4. ഈ സംഖ്യന്ന് വലിയ സംഖ്യന്ന് ചെറുത് കുറയ്ക്കുക. VI എന്ന് പറയുമ്പോൾ വലുതിനോട് ചെറുത് കൂട്ടുക. ഇത് 6. ഫോർത്ത് റൂൾ എന്താ? രണ്ട് വലിയ സംഖ്യകൾക്കിടയിൽ ഒരു ചെറിയ സംഖ്യ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് റൈറ്റ് സൈഡിലുള്ള സംഖ്യന്ന് കുറച്ചിട്ട് അത് ലെഫ്റ്റ് സൈഡിലുള്ള സംഖ്യയോട് കൂട്ടണം. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഇല്ലേ? എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞതാ XXIV എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ സംഖ്യന്ന് കുറയ്ക്കുക. ഇത് 4 കിട്ടും. ബാക്കി ഈ രണ്ട് സംഖ്യ 20 പ്ലസ് 1 20 പ്ലസ് 4 24 വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ആവുണ്ടോ? ഒരു ക്വസ്റ്റ്യനോട് നിങ്ങൾ ചെയ്തു നോക്കുക. ഈ റൂൾ അനുസരിച്ച് ഞാൻ ഒരു ക്വസ്റ്റ്യനോട് തരാവേ, ചെയ്തു. കാരണം ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ്. മേ ബി ഒരു മാർക്ക് എങ്ങാനും ചോദിച്ചു പണി വളരുന്നല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ 1982. ഒന്ന് ചെയ്തു നോക്കി. 1982 എങ്ങനെ എഴുതാം? റോമനിൽ 1982 എങ്ങനെ എഴുതാം? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോ 1000 പ്ലസ് 900 പ്ലസ് 80 പ്ലസ് 2. 1000 എന്ത് പറഞ്ഞു? M ഉണ്ട് അല്ലെ? 900 എന്ത് എഴുതാം? CM എന്ന് എഴുതാം.
CM. CM എന്ന് എഴുതണം. അപ്പൊ 1900 ആയി. ഇനി 80-ന് എന്ത് എഴുതാം? 80-ന് XXC എന്ന് എഴുതാൻ പറ്റും. XXC എന്ന് പറയുമ്പോ X. അത് പറ്റൂല. കാരണം എന്താണെന്നറിയോ? ഒറ്റ സംഖ്യ നമ്മൾ ലാസ്റ്റ് ഒരു റൂള് പറഞ്ഞ നോക്കണ്ടോ? ഇതിന് തൊട്ടുള്ള സംഖ്യ ഒന്ന് കുറയ്ക്കുക. XXC എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വായിക്കുക? XC എന്ത് വായിക്കും? 100 - 10 90. 90 X plus 90. അതൊരിക്കലും LXXX അങ്ങനെ എഴുതും സാറേ. പറ്റുള്ളൂ. 3x 80 ആയോ? 2-ന് എന്ത് വേണം? XM L XX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 X ഓക്കെ ആണോ? ഇങ്ങനെ കഴിഞ്ഞാൽ ഇത് ഇൻവാലിഡാ. കാരണം ഈ എക്സിന്റെ ഇപ്പുറത്ത് വലിയ സംഖ്യ വരുന്നുണ്ട്. എപ്പോഴും വലിയ സംഖ്യയുടെ റൈറ്റ് ആണ് ചെറിയ സംഖ്യ വരാൻ പറ്റുള്ളൂ. എല്ലിന്റെ വാല്യൂ എത്രയാണ് സാർ? എല്ലിന്റെ വാല്യൂ എന്താ? 50. 50 മൂന്നെണ്ണം വരെ അലൗഡ് ആണ്. 4 എഴുതാൻ പറ്റില്ല. 4x എഴുതാൻ പറ്റൂല. പിന്നെ കുറയ്ക്കേണ്ട സംഖ്യകൾ ഏതൊക്കെയാ? IX C കുറയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഈ കോമ്പിനേഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. IV IX XL XC CD CM. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 1875 1875 ചെയ്തു നോക്കിയേ. എങ്ങനെ എഴുതാം? 1000 പ്ലസ് 800 പ്ലസ് 70 പ്ലസ് 5. എണ്ണൂറിനെ കണ്ട DCC. 70-ന് അപ്പം എന്ത് എഴുതും? LXX. മനസ്സിലായല്ലോ? V ഇവിടെ അതുകൊണ്ടാണ് അത് V ആണ്, എഴുതാൻ പറ്റാത്തോണ്ടാണ്. V ആണ്. ഏത് നമ്പർ വന്നാലും നിങ്ങൾക്ക് എഴുതാം. ഈ ഒരു റൂള് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. ഇനി നമ്മൾക്ക് കുറച്ച് കണ്ടുപിടുത്തലുണ്ട്. അത് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞ് തീർക്കട്ടെ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാനായിട്ട് ഈ ഒരു മേഖല 1 മാർക്ക് മേ ബി ചോദിക്കാം. ചാൾസ് ബാബേജിന്റെ അനാലിറ്റിക്കൽ ആൻഡ് ഡിഫറൻസ് എഞ്ചിൻ മാത്രമേ ചോദിക്കുള്ളൂ. അതങ്ങ് എടുത്ത് തീർക്കട്ടെ. എന്നാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടും ജനറേഷനും നേപ്പിയറിന്റെ ബോണുകളാണ്. നേപ്പിയർ ബോൺ ഇതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെറുതെ എടുത്ത് കൂട്ടണല്ല. കണ്ടോ? അബാക്കസ് പിന്നെ നേപ്പിയർ ബോൺ ഇതേ കിടക്കണം. ജോൺ നേപ്പിയറും ബോൺ ഇതൊക്കെ വരുന്നുണ്ട്. സോ മേ ബി ഇതിൽ നിന്ന് ചോദിക്കാം. പാസ്കലിൻ മെഷീൻ ഉണ്ട്, ലെബനീസ് കാൽക്കുലേറ്റർ ഉണ്ട്, ജാക്വഡിന്റെ തറി ഉണ്ട്. ഇതൊക്കെ SCRT-യിലുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തേക്കണേ. ഓക്കെ. അടുത്ത നേപ്പിയർ ബോൺ ആണ്. നേപ്പിയർ ബോൺ എന്ന് പറയുമ്പോൾ കണ്ടെത്തിയ വർഷം AD 1617. ഓർത്തു വെക്കാൻ എളുപ്പമുണ്ട്. 1617 1617 കണ്ടെത്തിയത്. ജോൺ നേപ്പിയർ ആണ്. ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോണേ. ഇനി ജോൺ നേപ്പിയറിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകം ഉണ്ട്. എന്ത്? ഇത് ചിലപ്പോൾ ചോദിക്കുക. ഇത് ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കുക. എ കൺസ്ട്രക്ഷൻ ഓഫ് ദി വണ്ടർഫുൾ കാനോൺ ഓഫ് ലോഗരിതം. കാരണം ലോഗരിതമിക് ടേബിൾ കണ്ടുപിടിച്ച ഇദ്ദേഹമാണ്. ഈ ലോഗരിതം എന്നുള്ള ഒരു വാക്ക് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അത് ജോൺ നേപ്പിയർ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി സംഖ്യകൾ ദണ്ഡുകൾ അറിയപ്പെടുന്നത് എന്താ? നേപ്പിയർ ബോൺസ് എന്നാണ് ആ ദണ്ഡുകളെ അറിയപ്പെടുന്നത്. ഇനി ഏത് സംഖ്യയിൽ 2 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ കൊണ്ട് ഗുണിക്കാൻ ഈ ഉപകരണത്തിന് കഴിയും? പ്രയാസമായ ഗുണനക്രിയകൾ സങ്കലനത്തിലൂടെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന പട്ടികയാണെന്ത്? ലോഗരിതമിക് പട്ടിക. ലോഗരിതമിക് ടേബിൾ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാലും ജോൺ നേപ്പിയർ തന്നെയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു നേപ്പിയർ ബോൺ കണ്ടോ? ഇതാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്? 1 × 1 കണ്ടോ? 1 × 1 1 1 × 2
2, 1 ഇൻറ്റു 3 3, 1 ഇൻറ്റു 4 4, അതുപോലെ 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു 3 3. ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക. ആ പെട്ടെന്ന് നമ്മൾ ഗുണിക്കണേന് പെട്ടെന്ന് ഒരു വലിയ സംഖ്യ നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. അതാണ് 9 ഇൻറ്റു ഈ ലൈൻ 9 ഇൻറ്റു 8 എത്രയാ 9 8 72. അങ്ങനെയാണ് വർക്ക് ചെയ്തേക്കണം. മനസ്സിലായല്ലോ? അടുത്താണ് പാസ്കലിൻ. പാസ്കലിൻ കണ്ടുപിടിച്ച് ബ്ലേസ് പാസ്കലിനാണ്. പാസ്കലിൻ കണ്ടുപിടിച്ച വർഷം എത്രയാ? 1642 അദ്ദേഹത്തിന്റെ 19ാമത്തെ വയസ്സിലാണ് ബ്ലേസ് പാസ്കൽ കണ്ടുപിടിച്ചത് പാസ്കലിൻ യന്ത്രം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ട് സംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ തന്നെ ആവർത്തന പ്രക്രിയയിലൂടെ ഗുണനവും ഹരണവും ചെയ്യുവാനും പാസ്കലിൻ യന്ത്രത്തിന് കഴിയും. അപ്പൊ ഓർത്തു വെച്ചേക്കുക, ആവർത്തന പ്രക്രിയയിലൂടെ റിപ്പീറ്റഡ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ വഴി ഗുണനവും പിന്നെ അതുപോലെ ഹരണവും ചെയ്യാനായിട്ട് ആർക്ക് കഴിയുമായിരുന്നു? പാസ്കലിൻ യന്ത്രത്തിന് കഴിയുമായിരുന്നു എന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ ആണോ? പാസ്കലിൻ യന്ത്രം നമുക്ക് കാണിച്ചു തരാം. എവിടെ പോയി? ഇതാ പാസ്കലിൻ യന്ത്രം. ഇതാണ് പാസ്കലിൻ. അദ്ദേഹത്തിന്റെ യന്ത്രമാണ് ഈ കാണിച്ചത്. 1623 തൊട്ട് 1662. അപ്പൊ ചക്രം, പല ചക്രങ്ങളുടെ സഹായത്തോടു കൂടി, അതൊന്നും നമ്മൾ ഓർത്തു വെക്കണ്ട, ഓരോ ചക്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ നമ്പർ സിസ്റ്റം അവര് സെറ്റ് ചെയ്ത് തരുന്നത്. നമ്മൾ അതിന്റെ വർക്കിംഗ് ഒന്നും പോകണ്ട. ജസ്റ്റ് അദ്ദേഹത്തിന്റെ 19ാം വയസ്സിൽ തന്നെയാണ് ഇത് കണ്ടുപിടിച്ചത്. ഇതിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടി ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്താണ് ലെബനീസ് കാൽക്കുലേറ്റർ. ലെബനീസ് കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ ജർമ്മൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള എന്താണ് വില്യം ലെബനീസ് ആണ് ഇത് കണ്ടുപിടിച്ചത്. വില്യം ലെബനീസ് ആണ് കണ്ടെത്തിയത്. 1673 കണ്ടെത്തിയത്. തുടക്കത്തിൽ ലെബനീസ് കാൽക്കുലേറ്റർ അറിയപ്പെടുന്നത് എന്താ? സ്റ്റെപ്പ് റെക്കണർ എന്നാണ് തുടക്കത്തിൽ ഇത് അറിയപ്പെട്ടിരുന്നത്. സ്റ്റെപ്പ് റെക്കണേഴ്സ്. ഇത് പാസ്കലിൻ യന്ത്രത്തിന്റെ ഒരു മെച്ചപ്പെടുത്തിയ രൂപമാണ്. അപ്പൊ പാസ്കലിന്റെ ഈ സ്റ്റഡി കണ്ടിട്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി അതിനെ എന്താണ് ഒന്ന് മോഡിഫൈ ചെയ്ത് ഇറക്കണം എന്ന് തോന്നുകയും പിന്നീടാണ് ഇദ്ദേഹം ലെബനീസ് കാൽക്കുലേറ്റർ ഇറക്കുകയും ചെയ്തത്. അപ്പൊ ലെബനീസ് കാൽക്കുലേറ്റർ ഗുണനത്തിന് ഹരണത്തിന് ഉപയോഗിക്കുന്ന തരത്തിലാണ് എന്ത് ഇത് ഡിസൈൻ ചെയ്തത്. അപ്പൊ ഇതിൽ ഗുണിക്കാനും ഡിവിഷൻ ചെയ്യാനും പറ്റുമായിരുന്നു എന്നാണ് പറയുന്നത്. ലെബനീസ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച എന്താണ് ഡ്രം ആകൃതിയിലുള്ള ഗിയറുകളാണ് പിന്നീട് വന്ന പല കണക്കുകൂട്ടൽ യന്ത്രങ്ങളുടെയും നിർമ്മാണത്തിന് അടിസ്ഥാനമാക്കിയത്. അപ്പൊ ഇതാണ് എന്ത് ഒരു ബേസ് ആയിട്ട് അന്ന് കരുതി പോന്ന ഒരു മിഷൻ എന്ന് പറയാം. ഏത്? ലെബനീസിന്റെ കാൽക്കുലേറ്റർ. ലെബനീസ് കാൽക്കുലേറ്റർ കാണണമെങ്കിൽ ഇതാണ് ലെബനീസ് കാൽക്കുലേറ്റർ. സോ ഇത് പാസ്കലിൻ യന്ത്രത്തിന്റെ പരിഷ്കരിച്ച ഒരു രൂപമാണെന്ന് പറയാം. ഏത്? ലെബനീസ് കാൽക്കുലേറ്റർ. ഓക്കെ ആണോ? നെക്സ്റ്റ് ആണ് എന്ത്? ജാക്വേർഡിന്റെ തറി. സോ ജാക്വേർഡിന്റെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ വിടാം. ഇത് തീരാറായി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തലമുറ പറയാം. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇന്ന് തന്ന ടോപ്പിക് ഞാൻ ഇപ്പൊ ഇട്ടേക്കാം ഗ്രൂപ്പിൽ. ഇൻപുട്ട് ഔട്ട്പുട്ട് തന്നെ ഉണ്ട്. അത് നമ്മൾ എടുത്ത് തീർക്കും. ഐ ടി പെട്ടെന്ന് തീർക്കാം. ഐ ടി ഒക്കെ കംപ്ലീറ്റ് നമുക്ക് തീർത്ത് തരാം. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നന്നായിട്ട് തന്നെ നമ്മൾ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒക്കെ നോക്കി തന്നെ പോകാം. സ്ഥിരം ചോദിക്കുന്ന ടോപ്പോളജിയും ലെയറും ഒക്കെ വിശദമായിട്ട് തന്നെ HTML ഒക്കെ നോക്കിയിട്ട് തന്നെ പോകാം. പറ്റുവാണെങ്കിൽ HTML കുറച്ച് കോഡൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ജാക്വേർഡ് ലൂം എന്താണ്? 1801 ജാക്വേർഡ് ലൂം. ഇത് മെയിൻ ആയിട്ട് പഞ്ച്ഡ് കാർഡ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിസൈൻ. എന്താ പഞ്ച്ഡ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കിയേ, കണ്ടോ? ഇതിൽ കുറെ തുളകൾ കണ്ടോ? സോ ഈ നൂലുകൾ ഇതുവഴിയാണ് കടത്തി. പണ്ട് ഈ കൈത്തറി മേഖലയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാർഡുകളാണിത്. ഈ ഊടും പാവും നെയ്യുക എന്നൊക്കെ പറയില്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഈ പഞ്ച്ഡ് കാർഡുകളാണ് ഇതിലധികം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏതിന്റെ? ജാക്വേർഡ് ലൂമില്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്താണ് ബാബേജിന്റെ അനലിറ്റിക് ആൻഡ് ഡിഫറൻസ് എഞ്ചിൻ. സോ അനലിറ്റിക് ആൻഡ് ഡിഫറൻസ് എഞ്ചിൻ ഇദ്ദേഹം കണ്ടുപിടിക്കുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഇദ്ദേഹം അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഇംഗ്ലണ്ടിലെ, ഇവിടെ പറയുന്നുണ്ടല്ലോ അനലിറ്റിക് ആൻഡ് ഡിഫറൻസ് എഞ്ചിൻ, അദ്ദേഹം തയ്യാറാക്കിയ എന്താണ് ഡിഫറൻസ് എഞ്ചിൻ ആണ്. അപ്പൊ ഇദ്ദേഹം എന്താണ് ബാബേജ് കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഈ കാര്യങ്ങൾ അദ്ദേഹം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ഈ എയറോസ്പേസ് ഇൻഡസ്ട്രി ആയിട്ടുള്ള ഒരു മേഖലയിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്തത്.
അപ്പൊ അന്ന് അതിന്റെ ഒരു കാൽക്കുലേഷൻ മറ്റേ സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ അനലിറ്റിക്കൽ ആൻഡ് ഡിഫറൻസ് എഞ്ചിൻ എന്ത് ചെയ്തത്, ഇദ്ദേഹത്തിന് രൂപം കൊടുക്കാനായിട്ട് മനസ്സിലേക്ക് വന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം ഇത് രൂപകൽപ്പന ചെയ്യണം. അപ്പൊ ഇതിന് ആദ്യമായിട്ട് ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പിന്, ഇപ്പോഴത്തെ സ്റ്റാർട്ടപ്പിനൊക്കെ ഗവൺമെന്റ് അങ്ങോട്ട് പൈസ കൊടുക്കും അല്ലെ, ഈ സ്റ്റാർട്ടപ്പ് മിഷനിന്റെ ഒക്കെ ഭാഗമായിട്ട്. അപ്പൊ അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു മെഷീൻ നിർമ്മിക്കാനായിട്ട് ഗവൺമെന്റ് ഗ്രാന്റ് കൊടുത്ത ഒരു സംഭവം കൂടിയാണ് ഇത്. നിർഭാഗ്യവശാൽ ആദ്യം ഈ ഡിഫറൻസ് എഞ്ചിൻ ആണ് ഉണ്ടാക്കിയത് 1822. ഇത് 1833 അനലിറ്റിക് എഞ്ചിൻ, മറ്റേത് 1822. അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, ഈ ഡിഫറൻസ് എഞ്ചിൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് 1833 അനലിറ്റിക്കൽ എഞ്ചിൻ അദ്ദേഹം നിർമ്മിച്ചു. അദ്ദേഹത്തിന്റെ അപ്പോഴത്തേക്കും ഗവൺമെന്റിന്റെ ഫണ്ടൊക്കെ നിർത്തലാക്കി. ഇത് അദ്ദേഹം സ്വന്തമായിട്ടാണ് നിർമ്മിച്ചത്. സോ അതിലെന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഈ അനലിറ്റിക്കൽ എഞ്ചിൻ ഇന്ന് കാണപ്പെടുന്ന ഒരു കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള CPU, പിന്നെ ഇൻപുട്ട് യൂണിറ്റ്, പിന്നെ ഔട്ട്പുട്ട് യൂണിറ്റ്, പിന്നെ എന്തുണ്ട്, മെമ്മറി യൂണിറ്റ്, ഇതെല്ലാം ചാൾസ് ബാബേജിന്റെ അനലിറ്റിക്കൽ എഞ്ചിനിൽ കാണാം. പൂർണ്ണമായിട്ട് അല്ലെങ്കിലും ഏകദേശം ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ടാണ് ബാബേജിനെ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ ഈ അനലിറ്റിക്കൽ എഞ്ചിനിൽ ആദ്യമായിട്ട് ഒരു യന്ത്രം കണ്ടുപിടിച്ചതിൽ ഈ 4 കമ്പോണന്റ് കാണാൻ കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് കമ്പ്യൂട്ടറിന്റെ പിതാവെന്ന് അറിയുന്നത്. ഇനി ഈ ഒരു എഞ്ചിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സഹായിച്ച ഒരു ലേഡി ഉണ്ട്, അഗസ്റ്റാഡ കിങ് എന്ന് പറഞ്ഞ ലേഡിയാണ്. മാത്തമാറ്റിക്സിൽ അന്ന് ബിരുദമൊക്കെ കഴിഞ്ഞ ആളായിരുന്നു. അപ്പൊ പ്രോഗ്രാമിങ്ങിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ബാബേജിന്റെ അടുത്ത് വന്നത്. ആ ഒരു വനിതയാണ് ആദ്യത്തെ പ്രോഗ്രാമർ എന്ന് അറിയപ്പെട്ടത്. സാറേ, കമ്പ്യൂട്ടറിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ഈ അഗസ്റ്റാഡ ലവലേസ് അല്ലേ? കമ്പ്യൂട്ടറിന്റെ ആണോ? ഞാനിത് പഠിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ മാതാവ് അങ്ങനെയാണ്. ഒരു സാറ് കമ്പ്യൂട്ടർ ക്ലാസ്സിൽ വന്നിട്ടേ എടുത്തു തന്നിട്ടുള്ളതാ. അത് തെറ്റാണ്. ആണോ? ഞാൻ പറയുന്നത് അഗസ്റ്റാഡ ഇവിടെ പറയുന്നത് സാർ, അഗസ്റ്റാഡ കിങ്സ് എന്നല്ലേ പറഞ്ഞേ? സെയിം ആണോന്ന് അറിയില്ല, ഞാൻ കേട്ടത് അഗസ്റ്റാഡ ലവലേസ് എന്നാണ്. അതെ. എവിടെ പോയത്, കണ്ടിരുന്നാണല്ലോ. അതെ കിടക്കും, അഗസ്റ്റാഡ ലവലേസ്. കണ്ടോ, ചാൾസ് ബാബേജിന്റെ ഇംഗ്ലീഷ് ഗണിത ശാസ്ത്രജ്ഞയായിരുന്ന ചാൾസ് ബാബേജിന്റെ ആദ്യത്തെ മെക്കാനിക്കൽ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ അനലിറ്റിക്കൽ എഞ്ചിൻ പ്രവർത്തനങ്ങൾ തയ്യാറാക്കിയത് ലവലേസ് ആണ്. അവരുടെ ആദ്യകാല നോട്ടുകൾ ആദ്യത്തെ അൽഗോരിതമായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെയാണ് അഗസ്റ്റാഡ ലവലേസ് ലോകത്തിലെ ഒന്നാമത്തെ പ്രോഗ്രാമർ ആയിട്ട് അറിയപ്പെടുന്നത്. കണ്ടോ? കണ്ടു. ഓക്കെ, അപ്പൊ അതാണ് അഗസ്റ്റാഡ ലവലേസ്. ഓക്കെ, ഈ ADA എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ADA എന്നറിയപ്പെടുന്ന ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്. അപ്പോൾ അതും ഈ ലേഡിയുടെ സ്മരണാർത്ഥാണ് കൊടുത്തേക്കണത്. ഇനി ലാസ്റ്റ് വരുന്നതാണ് ഹോൾ എർത്ത് മിഷൻ. ഹോൾ എർത്തും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നേ, എല്ലാവരും ക്ഷമിച്ചിരിക്കുക. ഇപ്പൊ തരും. അപ്പൊ ഹോൾ എർത്ത് കണ്ടുപിടിച്ച ഹെർമൻ ഹോൾ എർത്ത് ആണ്. എന്നാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ 1887 കണ്ടുപിടിച്ചത്. ഈ ഹോൾ എർത്ത് മിഷൻ അതെന്താണ്, ഹോൾ എർത്ത് നിർദ്ദേശങ്ങൾ നൽകാൻ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിരുന്ന എന്താണ്, പഞ്ച്ഡ് കാർഡ്. നമ്മൾ ജാക്വാർഡ് ലൂമിൽ കണ്ട പഞ്ച്ഡ് കാർഡാണ് ഹോൾ എർത്ത് മിഷനിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഹോൾ എർത്ത് യന്ത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇത് വൈദ്യുതി ഉപയോഗിച്ച് പഞ്ച്ഡ് കാർഡിനെ വായിക്കുകയും എണ്ണുകയും തരംതിരിക്കുകയും ചെയ്തിരുന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വൈദ്യുതി ഉപയോഗിച്ചിട്ട് ഇതിനെ വായിക്കുകയും പിന്നെ എണ്ണയും വേർതിരിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. മറ്റത് മാനുവലി ആണ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഹോൾ എർത്ത് ടാബുലേഷൻ മെഷീൻ കോർപ്പറേഷൻ എന്ന കമ്പനി സ്ഥാപിതമായത് 1896. 1896 എന്താണ് സംഭവിച്ചത്? ഈഴവ മെമ്മോറിയൽ അല്ലേ? ആണോ? പിന്നെ എന്താണ്, ഈ ഹോൾ എർത്ത് മിഷൻ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. സോ ഇതില് ഈ ഹോൾ എർത്ത് മിഷൻ പിന്നീട് 1924 വീണ്ടും പല കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി. ഈ കമ്പനിയാണ് പിന്നെ ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ
എന്നുള്ള IBM എന്നുള്ള പേരിൽ പിൽക്കാലത്ത് അറിയപ്പെടുന്നത്. ഇപ്പൊ ഈ IBM ഏറ്റെടുത്ത് നടത്തുന്ന ആരാന്നറിയോ? IBM ഓൺ ചെയ്യുന്നത് ആരാ? അറിയില്ല സർ. ലെനോവ. ലെനോവ. ലെനോവ IBM ഓൺ ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1880കളില് സെൻസസ് ബ്യൂറോ, US-ന്റെ സെൻസസ് ബ്യൂറോയില് ഹോൾ എർത്ത് മിഷൻ അതിന്റെ കണക്കെടുക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹോൾ എർത്ത് മിഷൻ. ഓക്കെ ആണല്ലോ. ഈ കമ്പ്യൂട്ടറിൽ ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് ഇത്രയും പോരെ? എല്ലാ കാര്യങ്ങളും നമ്മൾ IT-ന്ന് ഒരു മാർക്ക് പോലും പോവാതെ നമുക്ക് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ. ശരിയാക്കി തരാം. സാർ അപ്പൊ ഇന്ന് പറഞ്ഞ ഈ 2 ടൈം ടേബിൾ അത് എപ്പോഴാണ് ഇടുന്നത്? അത് 2 ആഴ്ചക്ക് ശേഷം. ഇപ്പൊ ഈ ആഴ്ചയിൽ SCRT-യുടെ ഒരു ടെസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു വീക്ക് ടെസ്റ്റ് അല്ല PYQ വരുന്നുണ്ട്. ഈ ആഴ്ച 2 ടെസ്റ്റുകളെ വരുള്ളൂ. അപ്പൊ 2 ആഴ്ചയാണ് ആ ടോപ്പിക് കവർ ചെയ്യേണ്ടത്. 2 ആഴ്ച കൊണ്ട്. അപ്പൊ ഇന്ന് ഇപ്പൊ എത്രാം തീയതിയാ? ഇന്ന് 29 സർ. 29. അടുത്ത തിങ്കളാഴ്ച അല്ല, അതിന്റെ അടുത്ത തിങ്കളാഴ്ച ടെസ്റ്റ്. സാർ നമുക്കത് 14th വെച്ചാലോ? ഒരു ഫെബ്രുവരി 14th. ഇന്നെന്താ ഇപ്പൊ ഈ മാസം കഴിയാറായില്ലോ. മതിയോ? അപ്പൊ കറക്റ്റ് ഫെബ്രുവരി 1 തൊട്ട് നമുക്ക് അങ്ങനെ ഒരു അങ്ങനെ ഞാനിപ്പോ അപ്പൊ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഏകദേശം കുഴപ്പമില്ല. നിങ്ങൾ പഠിച്ചോ തുടങ്ങിക്കോ. നമുക്ക് എക്സാം വേണമെങ്കിൽ രണ്ടാമതൊക്കെ ഇട്ട് തരാം. അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. ടോപ്പിക് ചില ടോപ്പിക് നിങ്ങൾക്ക് വരും, പേടിക്കണം. ആ സർ, ടോപ്പിക് ഇന്ന് ഇടില്ലേ സാറ്? ഇട്ടേക്കാം. ഓക്കെ. അപ്പൊ നാളെ SCRT-യുടെ ക്ലാസ് ഉണ്ട് കേട്ടോ. ആ ഞാടാ. ശരി. 5 മണിക്കല്ലേ സാർ? 5 മണി. ഓക്കെ ശരി സാർ, താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് സർ.